നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറേ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സ് മുഴുവനായിട്ടും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ. അപ്പോൾ അങ്ങനെ ഉൾക്കൊള്ളിച്ച വീഡിയോ ആണിത്. 700 കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, the program launched by Kerala Social Security Mission for the comprehensive development of autism affected person. അപ്പോൾ ഓട്ടിസം ബാധിച്ചവർക്ക് വേണ്ടി KSSM കേരള സുരക്ഷാ മിഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിൻ്റെ പേര് എന്താണ്? സ്പെക്ട്രം ആണ്. സ്പെക്ട്രം. The project of State Fisheries Department to popularize fish cultivation in the line of organic farming. അപ്പോൾ ഫിഷ് കൾട്ടിവേഷൻ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോജക്റ്റ് ഏതാണ്? മുറ്റത്തൊരു മീൻതോട്ടം. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. മുറ്റത്തൊരു മീൻതോട്ടം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? ഓട്ടിസം അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെക്ട്രം, പിന്നെ ഫിഷ് കൾട്ടിവേഷന് വേണ്ടിയിട്ട് മുറ്റത്തൊരു മീൻതോട്ടം. ഓക്കെ, അടുത്ത ചോദ്യം, ദ കേരളൈറ്റ്സ് who got fellowship of Central Academy of Letters in 2019. 2019 സെൻട്രൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സിൻ്റെ ഫെലോഷിപ്പ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? KN പണിക്കരും ആറ്റൂർ രവിവർമ്മ. KN പണിക്കർ ആൻഡ് ആറ്റൂർ രവിവർമ്മ, ഇവർക്ക് രണ്ടുപേർക്കുമാണ് സെൻട്രൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് 2019 ഫെലോഷിപ്പ് ലഭിച്ച മലയാളികൾ. അടുത്ത ചോദ്യം, ദ ഹെൽപ്പ് ലൈൻ നമ്പർ ഫോർ വിമൻ സേഫ്റ്റി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 181 181. ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? വിമൻ സേഫ്റ്റി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 181. ഇൻ വിച്ച് സ്റ്റേറ്റ് ലോങ്ങസ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് ഇൻ ദ വേൾഡ് വാസ് ബിൽറ്റ്? അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ലോകത്തിലെ തന്നെ നീളമുള്ള തൂക്കുപാലം നിർമ്മിച്ചത്? ജമ്മു ആൻഡ് കാശ്മീർ എക്രോസ് ഇൻഡസ് റിവർ. അപ്പോൾ സിന്ധു നദിക്ക് കുറുകെയാണ് ലോങ്ങസ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് ഇൻ ദ വേൾഡ് നിർമ്മിച്ചത്. അടുത്ത ചോദ്യം, ദ ഇലക്ട്രോണിക് ഇന്റലിജൻസ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ISRO ഇൻ 2019. 2019 ISRO വിക്ഷേപിച്ച ഇലക്ട്രോണിക് ഇന്റലിജൻസ് സാറ്റലൈറ്റിന്റെ പേരെന്താണ്? എമിസാറ്റ് ആണ്. എമിസാറ്റ്. ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് സ്ലോവാക്കിയ. സ്ലോവാക്കിയയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി, വനിതാ പ്രസിഡന്റ് ആരാണ്? സൂസന്ന ക്യാപച്ചോവ. സൂസന്ന ക്യാപച്ചോവയാണ് സ്ലോവാക്കിയ. സ്ലോവാക്കിയ ക്യാപച്ചോവ. ഓക്കെ, സൂസന്ന ക്യാപച്ചോവ. ദ ഫസ്റ്റ് ഇന്ത്യൻ ഷിപ്പ്യാർഡ് ടു മേക്ക് 100 വാർഷിപ്പ്, 100 യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഷിപ്പ്യാർഡ് ഏതാണ്? ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്. ഈ ചോദ്യം ഒരുപാട് സദ്യ കണ്ടിട്ടുണ്ട്, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആണ് 100 യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഫസ്റ്റ് ഷിപ്പ്യാർഡാണ് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നത്. വിത്ത് വിച്ച് ബാങ്ക് ദേന ബാങ്ക് ആൻഡ് വിജയ ബാങ്ക് വെയർ മെർജ്ഡ്? ബാങ്ക് ഓഫ് ബറോഡ. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ BOBയിലാണ് ദേന ബാങ്കും വിജയ ബാങ്കും ലയിച്ചത്. അപ്പോൾ ദേന ബാങ്കും വിജയ ബാങ്കും ഏത് ബാങ്കിലാണ് ലയിച്ചത്? ബാങ്ക് ഓഫ് ബറോഡയിലാണ്. ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാ? SBI ആണ്. ദ സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്കാണ് HDFC ബാങ്ക്. അപ്പോൾ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് ചോദിച്ചാൽ SBI, സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്ക് എന്ന് ചോദിച്ചാൽ HDFC. ദി സെക്കൻഡ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡയാണ്. അപ്പോൾ ഇത് 2019 കണക്ക് പ്രകാരമാണ് സെക്കൻഡ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡ ആയത്. എന്നാൽ 2021 ഏപ്രിൽ 1 ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചതോടുകൂടി പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്. ഓക്കെ, സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്?
സുഗതകുമാരിയാണ്, സുഗതകുമാരി. അടുത്ത ചോദ്യം, ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് വേൾഡ് ബാങ്ക് ഇൻ 2019? 2019 വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഡേവിഡ് മാൽപാസ്, ഡേവിഡ് മാൽപാസിനെയാണ്. ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് ലോങ് റേഞ്ച് ആർട്ടിലറി ഗൺ, ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് ലോങ് റേഞ്ച് ആർട്ടിലറി ഗണ്ണിന്റെ പേരാണ് ധനുഷ്. ഹു ഗോട്ട് വ്യാസ് സമ്മാൻ 2018? 2018 വ്യാസ് സമ്മാൻ ലഭിച്ചത് ലീലാധർ ജാഗുഡി ഫോർ ദ വർക്ക് ജിതനെ ലോക് ഉതനെ പ്രേം. അപ്പോൾ ലീലാധർ ജാഗുഡിക്കാണ് 2018 വ്യാസ സമ്മാൻ ലഭിച്ചത് കൃതി ജിതനെ ലോക് ഉതനെ പ്രേം. ദ റെസിപ്പിയന്റ് ഓഫ് 2017 വ്യാസ് സമ്മാൻ മമത കാലിയ ഫോർ ദുഃഖം സുഖം. ദുഃഖം സുഖത്തിന് 2017 വ്യാസ സമ്മാൻ ലഭിച്ചത് മമത കാലിയയ്ക്കാണ്. ദ പ്രപ്പോസ്ഡ് പെർമനന്റ് സീറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട്. ദ പ്രപ്പോസ്ഡ് പെർമനന്റ് സീറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട് ഏതാണ് ആ സീറ്റ്? മേലപ്പാട് ഇൻ ഗുണ്ടൂർ ഡിസ്ട്രിക്ട്. ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിലെ മേലപ്പാടാണ് പെർമനന്റ് സീറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട്. അടുത്ത ചോദ്യം, ദ സീറ്റ് ഓഫ് ഇന്ററിം ഹൈക്കോർട്ട് ഓഫ് ആന്ധ്രാപ്രദേശ്. അപ്പം ഇടക്കാല സീറ്റ് ഏതാണ്? ഹൈക്കോർട്ട് ഓഫ് ആന്ധ്രാപ്രദേശിന്റെ അമരാവതിയാണ്, അമരാവതി. അടുത്ത ചോദ്യം, ഹു ഗോട്ട് ദ ഫസ്റ്റ് ഖസാക്ക് പുരസ്കാരം ബൈ OV വിജയൻ ഫൗണ്ടേഷൻ? OV വിജയൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഫസ്റ്റ് ഖസാക്ക് പുരസ്കാരം ലഭിച്ചത് KV മോഹൻകുമാറിനാണ്, KV മോഹൻകുമാർ. നെയിം ദ കൺട്രീസ് കണക്റ്റഡ് ബൈ ബന്ധൻ എക്സ്പ്രസ്. ബന്ധൻ എക്സ്പ്രസ് വഴി കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബന്ധൻ എക്സ്പ്രസ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഓടുന്നത്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് ബന്ധൻ എക്സ്പ്രസ്. ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഹെഡ് കോച്ച് ഓഫ് ഇന്റർനാഷണൽ വിമൻസ് ക്രിക്കറ്റ് ടീം? അപ്പോൾ ഇന്റർനാഷണൽ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ട് നിയമിതനായത് WV രാമനാണ്, WV രാമൻ. The winner of 2018 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ്. 2018 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ചത് ഓൾഗ തൊഗാർസുക്കിനാണ്. പോളണ്ടുകാരിയാണ് ഓൾഗ തൊഗാർസുക്. കൂടാതെ ജെന്നിഫർ ക്രോട്ട്, ഇവർക്ക് രണ്ടുപേർക്കും ട്രാൻസ്ലേറ്റർ ആണ് ജെന്നിഫർ ക്രോട്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമാണ് മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ചത്. The work of വോൾഗ തൊഗാസുക് ദാറ്റ് വൺ 2018 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ്. 2018 മാൻ ബുക്കർ പ്രൈസ് കരസ്ഥമാക്കിയ വോൾഗ തൊഗാസുക്കിന്റെ വർക്കാണ് ഫ്ലൈറ്റ്സ്. ദ തീം ഓഫ് 2018 വേൾഡ് എൻവയോൺമെന്റ് ഡേ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് 2018 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം. അപ്പോൾ 2019 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം എന്താണ്? എയർ പൊല്യൂഷൻ എന്നതാണ്, എയർ പൊല്യൂഷൻ. 2020 ടൈം ഫോർ നേച്ചർ എന്നതാണ്. ദ വെന്യൂ ഓഫ് ദ നാഷണൽ യോഗ ഒളിമ്പിയാഡ് 2018 ഓർഗനൈസ്ഡ് ബൈ NCERT. ഇപ്പോൾ NCERT ഓർഗനൈസ് ചെയ്ത നാഷണൽ യോഗ ഒളിമ്പിയാഡ് 2018 വെന്യൂ ന്യൂഡൽഹി ആയിരുന്നു. വിച്ച് കൺട്രി ഡെവലപ്ഡ് റിമൂവ് ഡെബ്രിസ് ടു ക്ലീൻ ദ സ്പേസ്? അപ്പോൾ ഏത് കൺട്രിയാണ് റിമൂവ് ഡെബ്രിസ് സ്പേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു പ്രോഗ്രാമാണ് റിമൂവ് ഡെബ്രിസ്? ഏത് കൺട്രി? ബ്രിട്ടൻ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. അപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1098 ആണ്. ദ ഇന്ത്യൻ ഹു ഗോട്ട് ഫീൽഡ്സ് മെഡൽ ഇൻ 2018 എലോങ് വിത്ത് പീറ്റർ സ്കോൾസ്, അലസോയി ഫിഗലി ആൻഡ് കൗശർ ബിർക്കർ. അക്ഷയ് വെങ്കടേഷ് ആണ്. The government of which country has approved the proposal to name Siamese fighting fish as the national aquatic animal? തായ്ലൻഡ് ആണ്, തായ്ലൻഡ്. The government of which country has approved the proposal to name Siamese fighting fishന് നാഷണൽ അക്വാറ്റിക് ആനിമൽ എന്ന പദവി നൽകിയത് തായ്ലൻഡ് ആണ്. അടുത്ത ചോദ്യം, എക്രോസ് വിച്ച് റിവർ ഇന്ത്യസ് ലോങ്സ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് നെയിംലി ബോഗിബീൽ ബ്രിഡ്ജ് ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ്? അപ്പോൾ ബോഗിബീൽ പാലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ്.
വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബോഗിബിൽ ബ്രിഡ്ജ്? 4.94 കിലോമീറ്റർ. 4.94 കിലോമീറ്റർ ആണ് ബോഗിബിൽ ബ്രിഡ്ജിന്റെ നീളം. ദ ലോങ്സ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ? ഭൂപൻ ഹസാരിക പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം. ഭൂപൻ ഹസാരിക പാലം. അപ്പോൾ ഭൂപൻ ഹസാരിക പാലം ഏത് നദിക്ക് കുറുകെയാണ്? ലോഹിത് നദിക്ക് കുറുകെയാണ്. ലോഹിത് നദി ബ്രഹ്മപുത്ര നദിയുടെ ട്രിബ്യൂട്ടറിയാണ്, പോഷക നദിയാണ്. അതർ നെയിം ഓഫ് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് ഏതാണ്? ഭൂപൻ ഹസാരിക പാലത്തിന്റെ മറ്റൊരു പേര് ധോള സാദിയ ബ്രിഡ്ജ്. ധോള സാദിയ ബ്രിഡ്ജ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്? ഭൂപൻ ഹസാരിക പാലത്തിന്റെ നീളം എത്രയാണ്? 9.15 കിലോമീറ്റർ. 9.15 കിലോമീറ്റർ ആണ് ഭൂപൻ ഹസാരിക പാലത്തിന്റെ ആകെ നീളം. ഏത് സ്റ്റേറ്റിലാണ് ഭൂപൻ ഹസാരിക പാലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ആസാമിലാണ്. എന്നാൽ ഭൂപൻ ഹസാരിക പാലം കണക്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആസാമും അരുണാചൽ പ്രദേശും. ആസാമിനെയും അരുണാചൽ പ്രദേശിനെയുമാണ് ഭൂപൻ ഹസാരിക പാലം കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ചോദ്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂപൻ ഹസാരിക പാലത്തിനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കുക. ദ വെന്യൂ ഓഫ് 23rd ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. 23rd ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരം 23rd ആണ്. ഓക്കെ. വിച്ച് ഫിലിം ഗോട്ട് ദ ഗോൾഡൻ ക്രോ പെസന്റ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫിലിം ഇൻ ദ 23rd ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള? ഒത്താഖ് ഇ താരീഖ്. എൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ദ ഡാർക്ക് റൂം. ദ ഡാർക്ക് റൂം എന്ന് തരാനാണ് ചാൻസ്. അപ്പോൾ ആ ചിത്രത്തിനാണ് ഗോൾഡൻ ക്രോ പെസന്റ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫിലിം ഇൻ ദ 23rd ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നേടിയത്. ഹു ഡയറക്റ്റഡ് ഒത്താഖ് ഇ താരീഖ്? റോഹോല ഹെദാസി. റോഹോല ഹെജാസിയാണ്. ഇറാൻകാരനായ റോഹോല ഹെജാസിയാണ് ഒത്താഖ് ഇ താരീഖിന്റെ സംവിധായകൻ. Which film got Silver Crow Peasant Award for the Best Director in the 23rd International Film Festival of Kerala? ലിജോ ജോസ് പെല്ലിശ്ശേരി, ഇമായോ. ഇമായോനാണ് കിട്ടിയത്. ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് സിൽവർ ക്രോ പെസന്റ് അവാർഡ് ലഭിച്ചത്. ഏത് ഫിലിമിനാണ് സിൽവർ ക്രോ പെസന്റ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഡെബ്യൂട്ട് ഡയറക്ടർ ഇൻ ദ 23rd ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ലഭിച്ചത്? ആമിഖ ഹക്സർ ഫോർ ടേക്കിംഗ് ദ ഹോഴ്സ് ടു ഈറ്റ് ജിലേബീസ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് കെ ചന്ദ്രശേഖര റാവു വാസ് ഇലക്ടഡ് ദ ചീഫ് മിനിസ്റ്റർ ഇൻ 2018? 2018 മുഖ്യമന്ത്രിയായി കെ ചന്ദ്രശേഖര റാവു ഏത് സംസ്ഥാനത്തേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? തെലങ്കാന. തെലങ്കാനയിലേക്കാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് തെലങ്കാന. ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് തെലങ്കാന CM ഈസ് പ്രഗതി ഭവൻ. അപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് പറയുന്ന പേരാണ് പ്രഗതി ഭവൻ. ഹു വാസ് ക്രോൺ ആസ് മിസ് യൂണിവേഴ്സ് 2018 അറ്റ് ഇംപാക്ട് അരീന മുവാങ്തോങ് താനി ഇൻ നോന്താബുരി പ്രോവിൻസ്, നോർത്തേൺ സുറബ് ഓഫ് ബാങ്ടോക്ക്, തായ്ലൻഡ്. അപ്പോൾ ആരാണ് മിസ് യൂണിവേഴ്സ് 2000 പട്ടം നേടിയത്? ആ പട്ടം നേടി അല്ലെങ്കിൽ കൊടുത്ത സ്ഥലത്തിന്റെ പേരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കാട്രിയോണ ഗ്രേ. കാട്രിയോണ ഗ്രേക്കാണ് 2018 മിസ് യൂണിവേഴ്സ് പട്ടം ലഭിച്ചത്. അപ്പോൾ 2019 മിസ് യൂണിവേഴ്സ് പട്ടം ലഭിച്ചത് ആർക്കാണ്? സോസിബിനി തുൻസി. ദക്ഷിണാഫ്രിക്കക്കാരിയായ സോസിബിനി തുൻസിക്കാണ് 2019 മിസ് യൂണിവേഴ്സ് പട്ടം ലഭിച്ചത്. 2020 മിസ് യൂണിവേഴ്സ് പട്ടം ലഭിച്ചത് ആർക്കാണ്? കസേലിനോ. കസേലിനോയ്ക്കാണ് 2020 മിസ് യൂണിവേഴ്സ് പട്ടം ലഭിച്ചത്. അപ്പോൾ 2018, 19, 20 ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ. ഇൻ വിച്ച് കൺട്രി ആൻഡ്രീസ് മാനുവൽ ലോപ്സ് ഒബ്രഡോർ വാസ് ഇലക്ടഡ് പ്രസിഡന്റ് ഇൻ 2018? 2018 ആൻഡ്രീസ് മാനുവൽ ലോപ്സ് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? മെക്സിക്കോ. മെക്സിക്കോ. വെൻ ദ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് വാസ് ഇനാഗ്രേറ്റഡ്? കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2018 ഡിസംബർ 9-നാണ്. 2018 ഡിസംബർ 9. ദ വെന്യൂ ഓഫ് സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഹെൽഡ് ഇൻ 2018? 2018 സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ വെന്യൂ ആലപ്പുഴയായിരുന്നു. ആലപ്പുഴ. എന്നാൽ 2019 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവൽ എവിടെ വെച്ചാണ് നടന്നത്? കാഞ്ഞങ്ങാട് വെച്ചാണ് നടന്നത്. കാസർഗോഡ് ജില്ല കാഞ്ഞങ്ങാട് വെച്ചിട്ടാണ് നടന്നത്. അടുത്ത ചോദ്യം, ഹു ബിക്കെയിം ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് മിസോറാം ഇൻ 2018? 2018 മിസോറാമിന്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്?
സൊറാംതാങ്ക, ലീഡർ ഓഫ് മിസോ നാഷണൽ ഫ്രണ്ട്. മിസോ നാഷണൽ ഫ്രണ്ടിന്റെ ലീഡറായ സൊറാംതാങ്കയാണ് ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് മിസോറാം ഇൻ 2018. Who became the new chief minister of Chhattisgarh in 2018? ഭൂപേഷ് ബാഗൽ. ഭൂപേഷ് ബാഗൽ ആണ് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയായി 2018 തെരഞ്ഞെടുക്കപ്പെട്ടത്. Who became the governor of Reserve Bank of India when Urjit Patel resigned in 2018? ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ RBI ഗവർണർ. The venue of first Geo Park by UNESCO in India. The venue of first Geo Park by UNESCO in India, Pabanasham in Varkala, Thiruvananthapuram district. In which country several people died in 2018 as Krakatoa volcano was erupted? അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ക്രാക്കട്ടുവ വോൾക്കാനോ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം. The helicopter launched anti-tank missile that was successfully test fired from the integrated test range in Chandipur in Balasore district of Odisha. ഹെലീന എന്ന ആന്റി ടാങ്ക് മിസൈലാണ് സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തത് ചാന്ദിപ്പൂർ ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ നിന്ന്. അടുത്ത ചോദ്യം. ദ ന്യൂ നെയിം ഓഫ് സ്വാസിലാൻഡ്. സ്വാസിലാൻഡിന്റെ പുതിയ പേര് എന്താണ്? ഈ സ്വാതിനി എന്നതാണ് സ്വാസിലാൻഡിന്റെ പുതിയ പേര്. അടുത്ത ചോദ്യം. ദ ഫസ്റ്റ് സോളാർ ഫ്യൂവൽ പമ്പ് ഇൻ കേരള. ദ ഫസ്റ്റ് സോളാർ ഫ്യൂവൽ പമ്പ് ഇൻ കേരള അങ്കമാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, എറണാകുളം ഡിസ്ട്രിക്ട്. ദ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വാസ് ബ്രോട്ട് ഇൻ ടു ഇഫക്ട് ഇൻ കേരള ഓൺ. ദ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്നാണ് കേരളത്തിൽ നിലവിൽ വന്നത് 2019 ജനുവരി 1. Who crowned as Miss World on 8th December 2018 in സാനിയ, ചൈന? വെനീസ പോൺസ് ആണ് 2018 മിസ് വേൾഡ് പട്ടം നേടിയത്, മെക്സിക്കോക്കാരിയാണ്. Who got the 65th National Film Award for Best Direction? അപ്പോൾ 65th നമ്പർ ആയിട്ടേ ചോദിക്കാറുള്ളൂ. PSC അങ്ങനെയാണ് ചോദിച്ച് കാണാറ്. ചിലപ്പോൾ വർഷങ്ങളും ചോദിക്കും, ചിലപ്പോൾ ഇങ്ങനെ നമ്പർ 65th 64th എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. 65ാമത്തെ നാഷണൽ ഫിലിം അവാർഡ് ബെസ്റ്റ് ഡയറക്ഷനുള്ള അവാർഡിൽ നേടിയത് ജയരാജാണ്, ഭയാനകം എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന്. ദ ചെയർമാൻ ഓഫ് ദ 65th നാഷണൽ ഫിലിം അവാർഡ് ജൂറി ശേഖർ കപൂർ ആണ്. വിച്ച് ഫിലിം ഗോട്ട് ദ 65th നാഷണൽ ഫിലിം അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫീച്ചർ ഫിലിം? വില്ലേജ് റോക്ക് സ്റ്റാർസിനാണ് ലഭിച്ചത്. ഡയറക്ഷൻ ആരായിരുന്നു? റീമാദാസ് സംവിധാനം ചെയ്ത വില്ലേജ് റോക്ക് സ്റ്റാർസ് ഏത് ഭാഷയിലുള്ള ചലച്ചിത്രമായിരുന്നു? ആസാമീസ് ഭാഷയാണ്. അപ്പോൾ 2018 നടന്ന സംഭവം പോലും 2020 ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2018 കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആസാമീസ് ചിത്രമായിരുന്നു ദ വില്ലേജ് റോക്ക് സ്റ്റാർസ് എന്ന് പറയുന്നത്. സംവിധായക ആരാണ്? റീമാദാസ് ആണ്. അടുത്ത ചോദ്യം. വിച്ച് ഫിലിം ഗോട്ട് ദ 65th നാഷണൽ ഫിലിം അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഓൺ നാഷണൽ ഇന്റഗ്രേഷൻ? ധാപ്പയാണ്. മറാത്തി ഫിലിമാണ് ധാപ്പ. ഇപ്പോൾ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഓൺ നാഷണൽ ഇന്റഗ്രേഷൻ. ഹു ഗോട്ട് ദ 65th നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ? റിദ്ധി സെൻ ആണ് 65ാമത്തെ നാഷണൽ ഫിലിം അവാർഡിൽ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരാണ്? റിദ്ധി സെൻ ആണ്. ഓക്കെ, ഏത് ചിത്രത്തിനാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു ബംഗാളി ഫിലിമായ നാഗർ കിർത്താനാണ് റിദ്ധി സെൻ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഹു ഗോട്ട് ദി 65th നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ്? ശ്രീദേവി. മോം എന്ന ചിത്രത്തിനാണ് ശ്രീദേവിക്ക് 65th നാഷണൽ ഫിലിം അവാർഡ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത്. വിച്ച് ഫിലിം ഗോട്ട് ദി 65th നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഓൺ അതർ സോഷ്യൽ ഇഷ്യൂസ്? ആളൊരുക്കം. ഡയറക്ടർ VC അഭിലാഷ് സംവിധാനം ചെയ്ത ആളൊരുക്കത്തിനാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഓൺ അതർ സോഷ്യൽ ഇഷ്യൂസിനുള്ള അവാർഡ് ലഭിച്ചത്. ഹു ഗോട്ട് ദി 65th നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ? മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചത് ഫഹദ് ഫാസിൽ. ചിത്രം തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. ഹു ഗോട്ട് ദി 65th നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ റൈറ്റർ? അപ്പോൾ ബെസ്റ്റ് തിരക്കഥാകൃത്തിനുള്ള അവാർഡ് കിട്ടിയത് സജീവ് പാഴൂരിനാണ്. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലെ തിരക്കഥയ്ക്കാണ് സജീവ് പാഴൂരിന് അവാർഡ് ലഭിച്ചത്. ഹു ഗോട്ട് ദി 65th നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ റൈറ്റർ അഡാപ്റ്റഡ്? ജയരാജ്, ഭയാനകം എന്ന ചിത്രത്തിലെ തിരക്കഥയ്ക്ക്. വിച്ച് ഫിലിം ഗോട്ട് ദി 65th നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് മലയാളം ഫിലിം? തൊണ്ടിമുതലും ദൃക്സാക്ഷിയും തന്നെയായിരുന്നു. ഡയറക്ഷൻ ദിലീഷ് പോത്തൻ.
ഹു ഗോട്ട് ഓടക്കുഴൽ അവാർഡ് ഇൻ 2018? ഐമനം ജോൺ. ഐമനം ജോണിനാണ് 2018 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഐമനം ജോണിന്റെ കഥകൾക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് 2018. അപ്പോൾ 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർക്കാണ് 2019 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2020 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് N പ്രഭാകരനാണ്. N പ്രഭാകരൻ. N പ്രഭാകരന്റെ മായാ മനുഷ്യർ എന്ന കൃതിക്കാണ് 2020 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഈ 2 ക്വസ്റ്റ്യനും കൂടി ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ദ മാസ്കോട്ട് ഓഫ് 2018 കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസ് 2018 ഭാഗ്യ ചിഹ്നം ബ്ലൂ കൊവാല ബൊറോബി. ബൊറോബി എന്ന ബ്ലൂ കൊവാലയാണ് 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ ചിഹ്നം. ഹു സക്സീഡഡ് റൗൾ കാസ്ട്രോ as the president of Cuba? Who succeeded റൗൾ കാസ്ട്രോ as the president of Cuba? ക്യൂബയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഗുവേൽ കനാൽ ആണ്. മിഗുവേൽ കനാൽ. Which country was venue of the meeting between Donald Trump of USA and Kim Jong-un of North Korea? അപ്പോൾ നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉന്നും ഡൊണാൾഡ് ട്രംപ് 2 സിംഹങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് സിംഗപ്പൂരിൽ വെച്ചിട്ടാണ്. സിംഗപ്പൂർ. ഓക്കെ. ഹു ഡിക്ലൈൻഡ് ജെനസിസ് പ്രൈസ് ഓഫ് ഇസ്രായേൽ ഇൻ 2018? നതാലി പോർട്സ്മാൻ ആണ് ജെനസിസ് പ്രൈസ് ഓഫ് ഇസ്രായേൽ ഇൻ 2018 നിരസിച്ചത്. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച് 1 person 1 car പോളിസി? ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. 1 person 1 car പോളിസി ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ബംഗാൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. വിച്ച് സ്റ്റേറ്റ് ഹാസ് സൈൻ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് Quebec province of Canada to increase economic cooperation and welfare of tribal community in the state? മഹാരാഷ്ട്രയാണ്. Which state was the venue of സിന്ധു ദർശൻ ഫെസ്റ്റിവൽ? സിന്ധു ദർശൻ ഫെസ്റ്റിവലിന്റെ വേദിയായിരുന്നത് ജമ്മു കാശ്മീർ ആണ്. അടുത്ത ചോദ്യം, which scheme launched by Government of India encourages parents to build a fund for the future education and marriage expenses for their female child? സുകന്യ സമൃദ്ധി യോജനയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത സ്കീം. എന്തിനു വേണ്ടിയിട്ടാണ്? എൻകറേജ് പാരൻസ് ടു ബിൽഡ് എ ഫണ്ട് ഫോർ ദ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ. ഫീമെയിൽ ചൈൽഡിന്റെ ഫ്യൂച്ചർ എഡ്യൂക്കേഷനും വിവാഹ ചെലവുകൾക്കും വേണ്ടി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. അടുത്ത ചോദ്യം, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് തീം ബേസ്ഡ് ടൂറിസ്റ്റ് സർക്യൂട്ട്സ് ഇൻ ദ കൺട്രി. ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് തീം ബേസ്ഡ് ടൂറിസ്റ്റ് സർക്യൂട്ട്സ് ഇൻ ദ കൺട്രി സ്വദേശി ദർശൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദ ജോയിന്റ് പ്രോഗ്രാം ഓഫ് ദ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആൻഡ് ദ ISR. അപ്പോൾ DRDOയും ISROയും സംയുക്തമായി സംഘടിപ്പിച്ച പ്രോഗ്രാമാണ് മിഷൻ ശക്തി. വാട്ട് ഈസ് ദ എമൗണ്ട് ഗ്രാൻഡ് അണ്ടർ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീം ആസ് മിനിമം ഇൻകം സപ്പോർട്ട്? 6000 രൂപയാണ് മിനിമം ഇൻകം സപ്പോർട്ടായിട്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, പ്രൈസ് ഒക്കെ ചോദിക്കാറുണ്ട്. 6000 രൂപയാണ്. Which scheme was launched with an initial target of 5 crore LPG connections, which was later revised upward to 8 crore connection? അപ്പം 5 കോടി കണക്ഷൻ LPG കണക്ഷൻ എന്നുള്ളത് 8 കോടി കണക്ഷൻ ആയിട്ട് ഉയർത്തിയത് ഏത് സ്കീമിന്റെയാണ്? പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഉജ്ജ്വല LPG കണക്ഷന്റെയാണ്. ദ ലോൺ എമൗണ്ട് അണ്ടർ പ്രധാനമന്ത്രി മുദ്ര യോജന. അപ്പോൾ പ്രധാനമന്ത്രി മുദ്ര യോജന PMMY വഴി കിട്ടുന്ന ലോൺ എമൗണ്ട് 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഹാസ് ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് 10% EWS? EWS എന്ന് പറഞ്ഞാൽ എന്താ? എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് റിസർവേഷൻ ബെനിഫിറ്റ്സ് ഫ്രം 14th January 2019. ഏത് സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചത്? ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. The venue of 15th പ്രവാസി ഭാരതീയ ദിവസ് സെലിബ്രേഷൻ 2019. 2019 15ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വെന്യൂ വാരണാസിയാണ്. വാരണാസി. 2017 അതായത് 14ാമത്തെ പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ ആഘോഷം നടന്നത് ബാംഗ്ലൂരിലാണ്.
where the regional Pravasi Bharatiya Divas 2018 was held in 2018 January. അപ്പം ജാനുവരിയിൽ റീജിയണൽ പ്രവാസി ഭാരതീയ ദിവസ് ആയിട്ട് 2018 നടന്നത് സിംഗപ്പൂരിലാണ്. സിംഗപ്പൂർ. അടുത്ത ചോദ്യം, ദ ചീഫ് ഗസ്റ്റ് ഓഫ് 2019 പ്രവാസി ഭാരതീയ ദിവസ് സെലിബ്രേഷൻ പ്രവിന്ദ് ജുഗ്നൌദ് ആണ്. പ്രവിന്ദ് ജുഗ്നൌദ് ആര? മൗറീഷ്യസ് പ്രധാനമന്ത്രിയായ പ്രവിന്ദ് ജുഗ്നൌദ് ആണ് 2019 പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ അതിഥിയായിരുന്നത്. വിച്ച് മിനിസ്ട്രി ഒബ്സർവ്സ് പ്രവാസി ഭാരതീയ ദിവസ്? ഏത് മന്ത്രാലയമാണ്? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നത്. ദ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റി ടു ഗെറ്റ് എ ലോഗോ. അപ്പൊ ലോഗോ കിട്ടിയ 2017 ലോഗോ ലഭിച്ചത്. ഏത് ഇന്ത്യൻ സിറ്റിയാണ് ഫസ്റ്റ് ഇന്ത്യൻ സിറ്റി? ബാംഗ്ലൂരാണ്. The first city in our country that has been declared free from manual scavenging 2017 ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ്. The first city of India to get the World Heritage City tag. അപ്പോൾ വേൾഡ് ഹെറിറ്റേജ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സിറ്റിയാണ് അഹമ്മദാബാദ്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റി ടു ഇൻട്രൊഡ്യൂസ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം. യൂണിവേഴ്സൽ ബേസിക് ഇൻകം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് സിക്കിം. 2019 ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് മിനിമം വേജസ് ഫോർ പാർട്ട് ടൈം. പാർട്ട് ടൈം ജോലിക്ക് മിനിമം വേജസ് എന്നത് കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. The first Indian state to roll out an electric vehicle policy. The government aims to make the policy 2017 കർണാടകയാണ് ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി. EVP ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി ഏത് സംസ്ഥാനമാണ് കൊണ്ടുവന്നത്? കർണാടകയാണ്. കർണാടക. The first Indian state to conduct green polls. ഗ്രീൻ പോൾസ് കണ്ടക്ട് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് കേരള. എന്നാണ് 2019 ഏപ്രിൽ 23. അടുത്ത ചോദ്യം, വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ VVPAT ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഇതൊന്ന് നോക്കി വെച്ചേക്കാം. വോട്ടർ വെരിഫൈഡ് അല്ലെങ്കിൽ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ an election in India in September 2013 in Noksen Assembly Constituency. In which state is Noksen? നാഗാലാൻഡിലാണ് നോക്സൺ സ്ഥിതി ചെയ്യുന്നത്. The highest polling station in the world. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷൻ ആണ് താഷിഗാങ് പോളിംഗ് സ്റ്റേഷൻ, ഹിമാചൽ പ്രദേശിൽ. എത്ര അടി ഉയരത്തിലാണ്? 15,256 അടി ഉയരത്തിലാണ് താഷിഗാങ് പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്, ഹിമാചൽ പ്രദേശ്. Which constituency had the largest number of candidates in the 2019 ലോക്സഭ polls? അപ്പോൾ 2019 ലോക്സഭ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് മത്സരിച്ച മണ്ഡലമാണ് നിസാമാബാദ് ഇൻ തെലങ്കാന. 185 കാൻഡിഡേറ്റ്സ് ആണ് മത്സരിച്ചത്. The heaviest communication satellite launched in 2018. 2018 ലോഞ്ച് ചെയ്ത ഭാരം കൂടിയ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ആണ് ടെൽസ്റ്റാർ 19V, ടെൽസ്റ്റാർ 19 വാൻറ്റേജ് എന്നതാണ് ഫുൾ ഫോം. ടെൽസ്റ്റാർ 19V ആണ് ഹെവിയസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ഇൻ 2018. അടുത്ത ചോദ്യം, ഇന്ത്യസ് ഫസ്റ്റ് വൈൽഡ് ലൈഫ് ജീൻ ബാങ്ക്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് ജീൻ ബാങ്ക് 2018 ലോഞ്ച് ചെയ്തത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദ്. The first woman defense minister to travel in Sukhoi aircraft 2018. 2018 സുഖോയ് എയർക്രാഫ്റ്റിൽ പറന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രതിരോധ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. What is the rank of India in World Competitive Index published by World Economic Forum in 2018? 58ാമത്തെ സ്ഥാനമാണ് വേൾഡ് എക്കണോമിക് ഫോറം പബ്ലിഷ് ചെയ്ത വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സിലെ 2018 ഇന്ത്യയുടെ സ്ഥാനം 58. Which country ranks first in the World Competitive Index published by World Economic Forum in 2018? ഏത് രാജ്യമാണ് ഫസ്റ്റ് വന്നത്? 58ാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക്. ഫസ്റ്റ് USA ആണ്. അടുത്ത ചോദ്യം, ഹു ഗോഡ് രാജാ രവിവർമ്മ പുരസ്കാരം ഇൻ 2018? 2018 രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത് അനില ജേക്കബ് ആണ്. അടുത്ത ചോദ്യം, ഹു ഗോഡ് GV രാജ അവാർഡ് ഫോർ മെൻ ഇൻ 2018? ജിൻസൺ ജോൺസൺ ആണ് GV രാജ അവാർഡ് പുരുഷന്മാർക്കുള്ളത് 2018 ലഭിച്ചത്. സ്ത്രീ വിഭാഗം GV രാജ അവാർഡ് ഫോർ വിമൻ ലഭിച്ചത് 2018 വി നീനയ്ക്കാണ് ലഭിച്ചത്. Who got SL Puram Sadanandan Puraskaram of Kerala Sahitya Academy for the year 2017? Kollam Vijaykumar. 2016 Om Cheri N Narayana Pilla. The first woman captain of Merchant Navy.
ഫസ്റ്റ് വുമൺ ക്യാപ്റ്റൻ ഓഫ് മെർച്ചന്റ് നേവി ആരാണ്? രാധിക മേനോൻ ആണ്. രാധിക മേനോൻ. The name given to a diplomatic campaign by the Palestinian National Authority to gain membership in the United Nations for the State of Palestine. പാലസ്തീൻ 194 എന്നതാണ് ഡിപ്ലോമാറ്റിക് ക്യാമ്പയിന് നൽകിയ പേര്. പാലസ്തീൻ 194. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ സിംഗർ ഹു ഹാസ് ഓണേർഡ് ബൈ ഹൗസ് ഓഫ് കോമൺസ് ബ്രിട്ടീഷ് പാർലമെന്റ്. KS ചിത്രയാണ് ആദ്യത്തെ ഇന്ത്യൻ വുമൺ സിംഗർ ഹു ഹാസ് ഓണേർഡ് ബൈ ഹൗസ് ഓഫ് കോമൺസ് ബ്രിട്ടീഷ് പാർലമെന്റ്. ഷീ ഈസ് വൺ ഓഫ് ദോസ് ഗോഡ് പ്രഥമ വനിതാ പുരസ്കാരം ഓഫ് സെൻട്രൽ മിനിസ്ട്രി ഫോർ വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് വുമൺ ഡിറ്റക്റ്റീവ് ഇൻ കേരള ടു ഇൻവെസ്റ്റിഗേറ്റ് സൈബർ ക്രൈംസ്. സൈബർ ക്രൈംസ് അന്വേഷിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡിറ്റക്റ്റീവ് ആണ് ധന്യ മേനോൻ. ധന്യ മേനോൻ. The first Indian beach to get Blue Flag certification 2018. 2018 ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബീച്ചാണ് ചന്ദ്രഭാഗ ബീച്ച്. അപ്പോൾ ചന്ദ്രഭാഗ ബീച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒഡീഷ. Who got ഭട്നഗർ അവാർഡ് in 2018 സെപ്റ്റംബർ. ഡോക്ടർ തോമസ് പുകത്തിയാലിനാണ് 2018 ഭട്നഗർ അവാർഡ് ലഭിച്ചത്. Who got ധന്വന്തരി പുരസ്കാരം ഓഫ് മിനിസ്ട്രി ഓഫ് ആയുഷ് ഇൻ 2018 നവംബർ. ഡോക്ടർ ഇടൂഴി ഭാവദാസൻ നമ്പൂതിരിക്കാണ് 2018 ധന്വന്തരി പുരസ്കാരം ലഭിച്ചത്. വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ എന്നാണ്? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ദ വെന്യൂ ഓഫ് വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റ് 2018 ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റ് 2018 നടന്നത്. Which neighboring country of India has recently abolished the limit for presidential terms? ചൈനയാണ് അബോളിഷ് ചെയ്തത് the limit for presidential terms. India's heaviest communication satellite. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഭാരം കൂടിയ വിവരസാങ്കേതിക കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് GSAT-11 launched from Kourou സ്പേസ്പോർട്ട് ഇൻ ഫ്രഞ്ച് ഗയാന ഇൻ 2018 ഡിസംബർ. GSAT-11 ആണെന്ന് പഠിച്ചു വെക്കുക. GSAT-11ന്റെ ഭാരം 58-54 കിലോഗ്രാം. 58-54 കിലോഗ്രാം. Which was the venue of the first cricket test match between India and Afghanistan? ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഫസ്റ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് മാച്ച് നടന്നത്. Who was crowned Femina Miss India 2018? 2018 ഫെമിന മിസ് ഇന്ത്യ അവാർഡ് അനുകൃതി വാസിനാണ് ലഭിച്ചത്. Who was elected the president of അമ്മ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോഹൻലാൽ ആണ്. In 2018 June, Indian Prime Minister signed agreement with the president of which country to build a naval station in that country? സെഷെലീസ് പ്രസിഡന്റുമായിട്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എഗ്രിമെന്റ് സൈൻ ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബിൽഡ് എ നേവൽ സ്റ്റേഷൻ ഇൻ ദാറ്റ് കൺട്രി. സെഷെലീസ്. നമ്പർ ഓഫ് നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് റെപ്രസെന്റിംഗ് ലോക കേരള സഭ. ലോക കേരള സഭയെ പ്രതിനിധീകരിക്കുന്ന നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് എത്ര പേരുണ്ട്? 177 പേരാണ് ഉള്ളത്. 177. ഹു ഇസ് ദ ലീഡർ ഓഫ് ലോക കേരള സഭ? ലോക കേരള സഭയുടെ ലീഡർ ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. ചീഫ് മിനിസ്റ്റർ. അടുത്ത ചോദ്യം, ഹു ഇസ് ദ ഡെപ്യൂട്ടി ലീഡർ ഓഫ് ലോക കേരള സഭ? ലോക കേരള സഭയുടെ ഡെപ്യൂട്ടി ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണ്, പ്രതിപക്ഷ നേതാവ്. ഹു പ്രിസൈഡ്സ് ഓവർ ലോക കേരള സഭ? അധ്യക്ഷൻ ആരാണ്? സ്പീക്കർ ആണ്. ദ യങ്ങസ്റ്റ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഇൻ ചെസ്? പ്രജ്ഞാനന്ദയാണ് യങ്ങസ്റ്റ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഇൻ ചെസ്. കാർലോസ് സാൻഷേസ് who got the first red card in the 2018 World Cup football belongs to കൊളംബിയ. കൊളംബിയക്കാരനാണ് കാർലോസ് സാൻഷസ്. The venue of India's first underwater museum. ഇന്ത്യയിലെ ഫസ്റ്റ് അണ്ടർവാട്ടർ മ്യൂസിയത്തിന്റെ വെന്യൂ പുതുച്ചേരിയിലാണ്. പുതുച്ചേരി. Who was re-elected the Prime Minister of Fiji in 2019? 2019 ഫിജിയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും ഇലക്ട് ചെയ്യപ്പെട്ടത് ഫ്രാങ്ക് ബെയ്നി മരാമയാണ്. ഫ്രാങ്ക് ബെയ്നി മരാമ. ദ വിന്നേഴ്സ് ഓഫ് ദ ഫസ്റ്റ് ഇന്റർകോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ? ഇന്ത്യയാണ് ഫസ്റ്റ് ഇന്റർകോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിന്റെ വിന്നേഴ്സ്. അബ്ദുള്ള സെക്കൻഡ് ഹു ഗോട്ട് ദ ടെമ്പിൾട്ടൺ അവാർഡ് റീസെന്റ് ഈസ് ദ കിങ് ഓഫ് ജോർദാൻ. അബ്ദുള്ള സെക്കൻഡ് ഏത് രാജ്യത്തിന്റെ കിങ് ആണ്? ജോർദാൻ. റീസെന്റ് ടെമ്പിൾട്ടൺ അവാർഡ് ലഭിച്ചിട്ടുണ്ട്.
Along with USA and Canada, which country will host the 2026 World Cup football? 2026 വേൾഡ് കപ്പ് ഫുട്ബോൾ USA, കാനഡ കൂട്ടത്തിൽ മെക്സിക്കോയും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. USA, കാനഡ, മെക്സിക്കോ, UCM 2026 വേൾഡ് കപ്പ് ഫുട്ബോൾ. വിച്ച് സ്റ്റേറ്റ് റാങ്ക്സ് ഫസ്റ്റ് ഇൻ ദ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് 2018? കേരളയാണ് സെക്കൻഡ്, തമിഴ്നാട്. വിച്ച് സ്റ്റേറ്റ് റാങ്ക്സ് ലാസ്റ്റ് ഇൻ ദ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് 2018? ബീഹാർ ആണ് ലാസ്റ്റ്. ഫസ്റ്റ് കേരള, സെക്കൻഡ് തമിഴ്നാട്, ലാസ്റ്റ് ബീഹാർ. As per the latest amendment of Kerala Abkari Act, the minimum age to buy liquor 23. അപ്പോൾ മദ്യം വാങ്ങാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 23 വയസ്സാണ്. In which High Court Justice തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ വാസ് അപ്പോയിന്റഡ് ചീഫ് ജസ്റ്റിസ്? അപ്പോൾ ഏത് ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അപ്പോയിന്റ് ചെയ്തത്? തെലങ്കാന, ആന്ധ്രാപ്രദേശ്. The scientist of which country claimed to have created world's first genetically edited babies? ചൈനയാണ്, ചൈനയിലെ സയന്റിസ്റ്റ് ആണ് ക്ലെയിം ചെയ്തത് വേൾഡ്സ് ഫസ്റ്റ് ജെനറ്റിക്കലി എഡിറ്റഡ് ബേബീസിനെ നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട്. The first country to submit new binding climate targets to the United Nations? മാർഷൽ ഐലൻഡ്സ് ആണ്, മാർഷൽ ഐലൻഡ്സ്. In which sports ലക്ഷ്യ സെൻ ഈസ് റിലേറ്റഡ്? ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ലക്ഷ്യ സെൻ ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബാഡ്മിന്റൺ ആണ്. ഓക്കെ. ദ ഫസ്റ്റ് നാറ്റോ നേഷൻ ടു അപ്പോയിന്റ് എ ഫീമെയിൽ ചീഫ് ഓഫ് ആംഡ് ഫോഴ്സസ്? ദ ഫസ്റ്റ് നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നേഷൻ ടു അപ്പോയിന്റ് എ ഫീമെയിൽ ചീഫ് ഓഫ് ആംഡ് ഫോഴ്സസ്? സ്ലൊവേനിയ. വിച്ച് കൺട്രി ലിഫ്റ്റഡ് ദ മെൻസ് വേൾഡ് കപ്പ് ഹോക്കി 2018? 2018 വേൾഡ് മെൻസ് വേൾഡ് കപ്പ് ഹോക്കി 2018 നേടിയത് ബെൽജിയമാണ്. റണ്ണേഴ്സ് അപ്പ് നെതർലാൻഡ്സ് ആണ്. ദ ഹോസ്റ്റ് സിറ്റി ഓഫ് ദ മെൻസ് വേൾഡ് കപ്പ് ഹോക്കി 2018 ഏത് സിറ്റി വെച്ചിട്ടാണ് നടന്നത്? ഭുവനേശ്വറിൽ വെച്ചാണ് നടന്നത് മെൻസ് വേൾഡ് കപ്പ് ഹോക്കി 2018. വിന്നേഴ്സ് ബെൽജിയം, റണ്ണേഴ്സ് അപ്പ് നെതർലാൻഡ്സ്. ഇൻഡോ-റഷ്യ ജോയിന്റ് എക്സസൈസ് ഇന്ദ്ര 2018 വാസ് ഹെൽഡ് അറ്റ് ഝാൻസി. ഝാൻസിയിൽ വെച്ചിട്ടാണ് ഇന്ത്യ റഷ്യ ജോയിന്റ് എക്സസൈസ് നടന്നത്. ദ വെന്യൂ ഓഫ് ഇന്ത്യസ് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ഫോർ എലിഫൻസ്? ചോദിക്കാൻ 90% ചാൻസ് ഉണ്ട്. മധുരയിലാണ് എലിഫൻസിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ ലോഞ്ച് ചെയ്തത്. ഓക്കെ, മധുര. ദ FAO ഹാസ് ഡിസൈഡഡ് ടു ഒബ്സർവ് 2023 as ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് ആചരിക്കാനാണ് 2023 FAO തീരുമാനിച്ചത്. ഹു ഹാസ് ബീൻ ഇലക്ടഡ് ആസ് ബെസ്റ്റ് പാർലമെന്റേറിയൻ? രാജ്യസഭ. സെറ്റപ്പ് ബൈ ലോക്മത് ന്യൂസ് പേപ്പർ ഫോർ 2018. കനിമൊഴിയെയാണ് തിരഞ്ഞെടുത്തത് ബെസ്റ്റ് പാർലമെന്റേറിയൻ ആയിട്ട് രാജ്യസഭയിലെ. ഹു ഗോട്ട് 2018 ബാലന്തിയോർ മെൻ അവാർഡ് 2018 ലഭിച്ചത്? ലൂക്ക മോഡ്രിക്. ക്രൊയേഷ്യക്കാരനായ ലൂക്ക മോഡ്രിക്കിനാണ് കിട്ടിയത്. ഹു ഗോട്ട് 2018 ബാലന്തിയോർ വിമൻ? അദ മാർട്ടൈൻ സ്റ്റോൾസ്മോ ഹേജർബർഗിനാണ് ലഭിച്ചത്. നോർവേക്കാരിയാണ് ബാലന്തിയോർ വിമൻ പുരസ്കാരം. ഹു ഗോട്ട് 2017 ഔട്ട്സ്റ്റാൻഡിംഗ് പാർലമെന്റേറിയൻ അവാർഡ് ഗിവൺ ബൈ ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പ്? ഭാർതൃഹരി മഹ്താബ്. ബിജു ജനതാ ദളിലെ ലീഡറായ ഭാർതൃഹരി മഹ്താബിനാണ് 2017 കിട്ടിയത്. 2018 ആർക്കാണ് ലഭിച്ചത്? കനിമൊഴിക്കാണ് ലഭിച്ചത്. ഓക്കെ. അടുത്ത ചോദ്യം. ഹു വൺ 2018 ഡേവിസ് കപ്പ്? 2018 നേടിയത് ക്രൊയേഷ്യ. ദ ഫസ്റ്റ് ആയുർവേദിക് സ്പോർട്സ് ഹോസ്പിറ്റൽ? ഏഷ്യയിലെ ഫസ്റ്റ് ആയുർവേദിക് സ്പോർട്സ് ഹോസ്പിറ്റൽ എവിടെയാണ് സെറ്റപ്പ് ചെയ്തത്? ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ച് തൃശ്ശൂരിലാണ് സ്ഥാപിച്ചത്. ദ റെസ്ക്യൂ ഓപ്പറേഷൻ ലോഞ്ച് ഇന്ത്യൻ ആർമി ഡ്യൂറിംഗ് ദ ഫ്ലഡ് ഇൻ കേരള ഇൻ 2018 ഓഗസ്റ്റ്. അപ്പം ആർമിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഹയോഗ്. എയർഫോഴ്സ് കരുണ, നേവി ഓപ്പറേഷൻ മദത്, കേരള പോലീസ് ഓപ്പറേഷൻ ജലരക്ഷ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ആർമി ആണെങ്കിൽ സഹയോഗ്, എല്ലാം സഹിക്കുന്നവരാണ് ആർമിക്കാർ. അപ്പം സഹയോഗ്. എയർഫോഴ്സ് കരുണ. നേവി ആണെങ്കിൽ മദത് ഒരു ഹിന്ദി വാക്കാണ് മദത്. കേരള പോലീസ് ആണെങ്കിൽ ജലരക്ഷ. ഓക്കെ.
The place in Karnataka where the largest solar park was established in 2018. പാവഗഡയിലാണ് 2018 ലാർജസ്റ്റ് സോളാർ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് കർണാടകയിലെ പാവഗഡ. ഓക്കെ. ദ ഫസ്റ്റ് UN ഇന്നൊവേഷൻ ലാബ് ഇൻ ഇന്ത്യ ബി സെറ്റപ്പ് അറ്റ് തിരുവനന്തപുരത്താണ് ഫസ്റ്റ് UN ഇന്നൊവേഷൻ ലാബ് ഇൻ ഇന്ത്യ സെറ്റപ്പ് ചെയ്തത്. The alternative to University Grants Commission, യൂണിവേഴ്സിറ്റി UGCയുടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്നത് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, വിച്ച് വാസ് സെലക്ടഡ് as the cleanest railway station in Kerala in 2018? എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആണ് ക്ലീനസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ കേരള 2018 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. വിച്ച് കൺട്രി ലോഞ്ച് പാർക്കർ സോളാർ പ്രോബ് ടു സൺ ഇൻ 2018? അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പാർക്കർ സോളാർ പ്രോബ്, സൂര്യനിലേക്ക് പാർക്കർ സോളാർ പ്രോബിനെ അയച്ച കൺട്രി 2018 USA ആണ്. ഇൻ വിച്ച് കൺട്രി വേൾഡ്സ് ഫസ്റ്റ് 3-parent ബേബി വാസ് ബോൺ ഇൻ 2016 ഏപ്രിൽ? മെക്സിക്കോയിലാണ് 3-parent ബേബി ജനിച്ചത് 2016 ഏപ്രിലിൽ. The first Asian country to defeat a Latin American country in World Cup football. ജപ്പാനാണ് ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു ഡിഫീറ്റ് എ ലാറ്റിൻ അമേരിക്കൻ കൺട്രി ഇൻ വേൾഡ് കപ്പ് ഫുട്ബോൾ. The first Indian to score 2000 runs in 2020 international cricket. മിതാലി രാജ് ആണ് 2000 റൺസ് 2020 ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നേടിയത്. The national portal to find out missing children which was brought into effect recently. Track the Child എന്ന പോർട്ടലാണ് കാണാതായ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി തുടങ്ങിയ പോർട്ടലാണ് ട്രാക്ക് ദ ചൈൽഡ്. The president of which country inaugurated the 2018 World Cup football? റഷ്യയിലെ പ്രസിഡന്റ് ആണ് 2018 വേൾഡ് കപ്പ് ഫുട്ബോൾ ഇനാഗുറേറ്റ് ചെയ്തത്. Name the company that launched Falcon Heavy rocket in 2018. 2018 ഫാൽക്കൺ ഹെവി റോക്കറ്റ് ലോഞ്ച് ചെയ്ത കമ്പനിയാണ് സ്പേസ് എക്സ്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ നമ്പർ പ്ലേറ്റ് ഓഫ് ഈ വെഹിക്കിൾസ്? ഈ വെഹിക്കിൾസിലെ നമ്പർ പ്ലേറ്റിന്റെ കളറാണ് ഗ്രീൻ. എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും, അപ്പോൾ ഗ്രീൻ ആണ്. ദ ഫസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ടു പ്രൊവൈഡ് ഭാരത് സ്റ്റേറ്റ് VI ഫ്യൂവൽ? ന്യൂഡൽഹിയാണ്. ദ വെന്യൂ ഓഫ് 2022 വേൾഡ് കപ്പ് ഫുട്ബോൾ? 2022 വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ വേദി ഖത്തർ. നേരത്തെ പറഞ്ഞു 2026 USA, കാനഡ, മെക്സിക്കോ ഇവർ 3 പേരും ചേർന്നിട്ടാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. 2022 ഖത്തറിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ദ സ്റ്റേറ്റ് ടു ലോഞ്ച് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്സ് ഇൻ ഓൾ ഡിസ്ട്രിക്ട്സ്? തെലങ്കാനയാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്സ് എല്ലാ ജില്ലയിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്സ് ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ആണ് തെലങ്കാന. ദ വെന്യൂ ഓഫ് 2018 ICC വിമൻസ് 2020 വേൾഡ് കപ്പ്? വെസ്റ്റ് ഇൻഡീസിൽ വെച്ചിട്ടാണ് 2018 ICC വിമൻസ് 2020 വേൾഡ് കപ്പ് നടന്നത്. ദ വേൾഡ് സ്പോർട്സ് ജേർണലിസ്റ്റ് ഡേ? ജൂലൈ 2 വേൾഡ് സ്പോർട്സ് ജേർണലിസ്റ്റ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. നെയിം ദ കൺട്രി വിച്ച് റാങ്ക് ഫസ്റ്റ് ഇൻ മെഡൽ ടാലി ഓഫ് 2018 കോമൺവെൽത്ത് ഗെയിംസ്? ഓസ്ട്രേലിയ. 198 മെഡൽസ് ഇൻക്ലൂഡിംഗ് 80 ഗോൾഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ഓസ്ട്രേലിയയാണ്. 192 മെഡലാണ് നേടിയത്, 80 ഗോൾഡ് ഉണ്ട് അതിൽ. വാട്ട് വാസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ 2018 കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ലിസ്റ്റ്? 3rd ആണ്. 3ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് 2018 കോമൺവെൽത്ത് ഗെയിംസിൽ. 66 മെഡൽസ് ലഭിച്ചു. അതിൽ 26 ഗോൾഡ്, 20 സിൽവർ, 20 ബ്രോൺസ്. 26 ഗോൾഡ് കിട്ടി, 20 സിൽവർ കിട്ടി, 20 ബ്രോൺസ് കിട്ടി. അങ്ങനെ മൊത്തം 66 മെഡലാണ് ആർക്ക് ലഭിച്ചത്? ഇന്ത്യക്ക് ലഭിച്ചത്. 3ാം സ്ഥാനമാണ് മെഡൽ ലിസ്റ്റിൽ ഇന്ത്യക്ക് ഉള്ളത്. നമ്പർ ഓഫ് ടീംസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ 2018 കോമൺവെൽത്ത് ഗെയിംസ്? 71 ടീംസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. നമ്പർ ഓഫ് മെമ്പർ കൺട്രീസ്, കോമൺവെൽത്തിലെ മെമ്പർ കൺട്രീസ് ആയിട്ട് 53 പേര്. ഹു ക്യാരിഡ് ഇന്ത്യൻ ഫ്ലാഗ് ഇൻ ഇനാഗുറൽ സെറമണി ഓഫ് 2018 കോമൺവെൽത്ത് ഗെയിംസ്? PV സിന്ധു ആണ് ഫ്ലാഗ് ക്യാരി ചെയ്തത്. ഇനാഗുറൽ ഉദ്ഘാടന വേളയിൽ 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ ഫ്ലാഗ് ക്യാരി ചെയ്തത് ആരാണ്? PV സിന്ധു ആണ്. വിച്ച് ഗൾഫ് കൺട്രി ഗെയിൻഡ് മീഡിയ അറ്റൻഷൻ ഇൻ 2018 ജൂൺ as it granted permission to women to drive? അതായത് വാഹനം ഓടിക്കാൻ വനിതകൾക്ക് അനുവാദം നൽകിയ ഗൾഫ് കൺട്രി
ഏതാണ്? സൗദി അറേബ്യയാണ്. അങ്ങനെയാണ് വാർത്താ പ്രാധാന്യം നേടിയത് 2018. വിച്ച് സ്റ്റേറ്റ് മെയ്ഡ് ഇറ്റ് മാൻഡേറ്ററി ദ യൂസേജ് ഓഫ് പ്ലാസ്റ്റിക് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്? മഹാരാഷ്ട്ര. വിച്ച് വാസ് ദ വെന്യൂ ഓഫ് ദ ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേഷൻസ് ഇൻ ഇന്ത്യ ഇൻ 2018? ഡെറാഡൂണിൽ വെച്ചിട്ടാണ് നടന്നത്. 2017 ലക്നൌവിൽ വെച്ചിട്ടാണ് നടന്നത്. 2008 ഡെറാഡൂൺ, 2017 ലക്നൌ. ഓക്കെ, അടുത്ത ചോദ്യം. ഹു ഇസ് ദ ആർക്കിടെക്ട് ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി? രാം വി സുന്ദർ. രാം വി സുന്ദർ ആണ് ആർക്കിടെക്ട് ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഹൈറ്റ് എത്രയാണ്? 182 മീറ്റർ, 597 അടി. 182 മീറ്റർ ഉയരം, 597 അടി. ദ കോസ്റ്റ് ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി 2989 crore. ഓക്കെ, അടുത്ത ചോദ്യം. ദ വെന്യൂ ഓഫ് ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് 2018. 2018 ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് വെന്യൂ എവിടെയാണ്? സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് നടന്നത്. സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് നടന്നത്. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഏഷ്യ സ്നൂക്കർ ടൂർ ടൈറ്റിൽ? പങ്കജ് അദ്വാനി. ചോദിക്കാൻ പോകുന്ന ചോദ്യം സ്നൂക്കർ, അതായത് പങ്കജ് അദ്വാനി ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്നൂക്കർ. അപ്പൊ എന്താ നേടിയത്? ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഏഷ്യ സ്നൂക്കർ ടൂർ ടൈറ്റിൽ നേടി പങ്കജ് അദ്വാനി. വിച്ച് കൺട്രി ലോഞ്ച് വേൾഡ്സ് ഫസ്റ്റ് സോവറിൻ ബ്ലൂ ബോണ്ട്? സെഷേലസിനാണ് വേൾഡ്സ് ഫസ്റ്റ് സോവറിൻ ബ്ലൂ ബോണ്ട് ലോഞ്ച് ചെയ്തത്. ഹു ഗോട്ട് ഫസ്റ്റ് ONV പുരസ്കാരം ഓഫ് കേരള യൂണിവേഴ്സിറ്റി? സുഗതകുമാരിക്കാണ് ഫസ്റ്റ് ONV പുരസ്കാരം ലഭിച്ചത്. ഹു ഇനാഗ്രേറ്റഡ് ദ മലബാർ റിവർ ക്രൂയിസ് പ്രോജക്ട് റീസെന്റ്? പിണറായി വിജയനാണ് മലബാർ റിവർ ക്രൂയിസ് പ്രോജക്ട് ഇനാഗ്രേറ്റ് ചെയ്തത്. ഹു ഈസ് അപ്പോയിന്റഡ് as the chairman of the commission for examining the possibilities of uniform civil code in the country? BS ചൗഹാന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് ദ പോസിബിലിറ്റീസ് ഓഫ് യൂണിഫോം സിവിൽ കോഡ് ഇൻ ദ കൺട്രി പഠിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ചത്. BS ചൗഹാന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനെയാണ് നിയമിച്ചത്. ദ മലയാളി ഹു വാസ് അപ്പോയിന്റഡ് as the advisor of മേഘാലയ ഗവൺമെന്റ് വിത്ത് ക്യാബിനറ്റ് റാങ്ക്? CV ആനന്ദബോസ് ആണ് ദ അഡ്വൈസർ ഓഫ് മേഘാലയ ഗവൺമെന്റ് വിത്ത് ക്യാബിനറ്റ് റാങ്ക് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. അടുത്ത ചോദ്യം. ദ ന്യൂ നെയിം ഓഫ് ഫൈസാബാദ് ഡിസ്ട്രിക്ട് ഇൻ ഉത്തർപ്രദേശ്? അയോധ്യ. അയോധ്യ എന്നതാണ് ഫൈസാബാദ് ഡിസ്ട്രിക്ട്. ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ഡിസ്ട്രിക്റ്റിന്റെ പുതിയ പേരെന്താ? അയോധ്യ.